സാർ നമസ്കാരം. ഓക്കെ. സാർ നമ്മൾ ഈ പറയുന്ന പോലെ അടുത്തൊരു തദ്ദേശ ഇലക്ഷനിലേക്ക് പോകുന്നു. തുടർന്ന് നിയമസഭാ ഇലക്ഷനിലേക്കും ഒരു 8 മാസത്തെ കാലാവധി മാത്രം. സാർ ഇപ്പോൾ ഈ നമ്മൾ രാഷ്ട്രീയം പൊളിറ്റിക്കലി നമ്മൾ പറയുമ്പോൾ വോട്ട് രാഷ്ട്രീയം ഇപ്പോൾ ജാതി രാഷ്ട്രീയത്തിൻ്റെയും കൂടെ കാലമാണ്. അപ്പോൾ ഇങ്ങനെ ജാതി മതം ഇതെല്ലാം കൂടെ കലർന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കേന്ദ്രീകരിച്ച് BJP അല്ലെങ്കിൽ RSS ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ RSS ആണ് ബാക്ക് ബോൺ BJPയുടെ. അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെയും RSS ഒരു വേള സപ്പോർട്ട് ചെയ്ത സമയമുണ്ടായിരുന്നു. സർ, എൻ്റെ ചോദ്യം, RSSൻ്റെ ആ ഒരു ഉദ്യമം, ഹിന്ദു വോട്ട് എന്ന ടാസ്ക്, അത് എത്ര വർഷമെടുക്കും കേരളത്തിൽ പ്രാബല്യത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൽ അത് സാധ്യമാകുമോ? ഒരു വർഷക്കണക്കൊന്നും വേണ്ട, അത് സാധ്യമാകാൻ കഴിയുമോ? നോക്കൂ, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ ആ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. ഇപ്പൊ നമുക്കിപ്പം ഓരോ പഞ്ചായത്ത് ഇലക്ഷനിലെ, അസംബ്ലി ഇലക്ഷനിലെ, ലോക്സഭാ ഇലക്ഷനിലെയൊക്കെ വോട്ടിംഗ് പാറ്റേണിന് വ്യത്യാസം ഉണ്ടാകും. അത് വെച്ച് നമുക്കൊരു പൂർണ്ണമായ വിലയിരുത്തൽ എത്താൻ കഴിയില്ല. എങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ലാസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ. ആ ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് ഏതാണ്ട് 20% വോട്ട് ലഭിച്ചിട്ടുണ്ട്. 90% ഹിന്ദു വോട്ടുകൾ തന്നെയാണ്. ഇനി നമ്മൾ കേരളത്തിന്റെ ഒരു ഡെമോഗ്രാഫിക് പാറ്റേൺ ഒന്ന് നോക്കൂ. കേരളത്തിൽ ഏകദേശം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കണക്കനുസരിച്ച് സെൻസസ് നടന്നിട്ട് കുറെ കാലമായി, എങ്കിൽ പോലും ഏകദേശം 50-52% ഹിന്ദു ജനസംഖ്യ എന്ന് പറയും. ഈ ഹിന്ദു ജനസംഖ്യയിൽ നിന്നാണ്, ഈ ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ് ഈ BJP ടോട്ടലിന്റെ 20% വോട്ട് നേടിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലെ ഹിന്ദു വോട്ടുകളിൽ, പോൾ ചെയ്യപ്പെട്ട ഹിന്ദു വോട്ടുകളിൽ ഒരു 40% BJPക്ക് ലഭിച്ചിരിക്കണം. ആ 40% എന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഖ്യ തന്നെയാണ്. അതായത് BJPക്ക് ലഭിച്ചിരിക്കുന്ന, അതായത് ഹിന്ദു വോട്ട് BJP സമാഹരിക്കുന്നതിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ഹിന്ദു വോട്ട് മാത്രം പോരാ. ഇപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു. അവിടെ ഹിന്ദു വോട്ടുകൾ കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത്. അവിടെ വലിയ തോതിൽ ക്രിസ്ത്യൻ വോട്ടിന്റെ ഒരു സമാഹരണം കൂടി BJP നടത്തിയിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂർ എന്ന് പറയുന്നത് വലിയ ഒരു 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 എന്താണ്, കേസ് സ്റ്റഡി ആയിട്ടെടുത്ത് ടെസ്റ്റാണ്. അതേ രീതിയിൽ കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ കൂടി വോട്ട് തൃശ്ശൂരിലെ പോലെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ BJPക്ക് പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. അതിനുള്ള ശ്രമത്തിലാണ്. ഹിന്ദു വോട്ട് ഇനി മറ്റൊരു വശം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി, നമ്മൾ ഇങ്ങനെ ആ മതം തിരിച്ച്, ജാതി തിരിച്ച് അങ്ങനെ തന്നെയാണുള്ള വിഷയമാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. ശരി, അങ്ങനെ തന്നെ നമുക്ക് പറയാം. യാഥാർത്ഥ്യബോധത്തോടുകൂടി തന്നെ അതിനെ സമീപിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കേരളത്തിലെ ഹിന്ദു വോട്ടുകളിൽ വലിയ ഭൂരിപക്ഷവും പോകുന്നതും അവർക്ക് തന്നെയാണ്. ആ വോട്ട് ബാങ്കിൽ വലിയ നല്ല രീതിയിൽ ഒരു വിള്ളൽ ഉണ്ടാകാം. ഇനിയും അതിൽ തന്നെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്താൽ ഏറ്റവും വലിയ അവരുടെ ഹിന്ദു വോട്ട് ബാങ്ക്, ഈ ഇതിലുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിന്റെ കൂടെ നന്നായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് പെനിട്രേറ്റ് ചെയ്ത്, അതേപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ, അതും വലിയൊരു ശക്തിയാണ്. അവിടേക്കും BJPക്ക് എത്രത്തോളം സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും വലിയ സ്വാധീനമില്ല. ഈ രണ്ട് മേഖലകളിലും പിന്നെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ക്രിസ്ത്യൻ വോട്ട് എന്നുള്ള ആ ഒരു ലെവലിലേക്കും കൂടെ ചെന്ന് കഴിഞ്ഞാൽ BJPക്ക് പ്രതീക്ഷിക്കുന്ന അടുത്ത വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു 15 മുതൽ 15 സീറ്റ്, ആവറേജ് അറൗണ്ട് 15 ചുറ്റുമായിട്ടുള്ള സീറ്റുകളിൽ BJPക്ക് വിജയിക്കാൻ കഴിയും. അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഈ വോട്ടുകൾ സമാഹരിക്കാൻ BJP ഇനിയും കുറെ ജോലി ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ്. കുറെ കാലം കൂടി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടുമായിട്ട് BJP ഇനിയും ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് എന്നാണ്. എന്തായാലും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു ഐഡിയ കിട്ടും. പക്ഷെ അതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% രാഷ്ട്രീയമായിട്ടല്ല
നടക്കുന്നത്. ഇപ്പൊ ആ വാർഡിലൊക്കെ നമുക്ക് പരിചയമുള്ളവരായിരിക്കും, അവർ ചിലപ്പോൾ വേറൊരു പാർട്ടിക്കാരനായിരിക്കും. എന്നാൽ പോലും എന്നും കാണുന്നവരും എന്നും പരിചയമുള്ളവരും ആ രീതിയിൽ ആടി നിൽക്കുന്ന 100% രാഷ്ട്രീയം അല്ലാത്ത വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും. എന്നാൽ പോലും ഈ സാമുദായിക, മത, സാമുദായിക, സാമൂഹിക ധ്രുവീകരണങ്ങള്, അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു അനാലിസിസിന് പറ്റിയ ഡേറ്റ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ലഭിക്കും. അതിനനുസരിച്ച് വീണ്ടും ഒരു 6 മാസത്തിനടുത്ത് സമയമുണ്ട്. നന്നായിട്ട് ആ രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണമെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട്. ഒരു 15 സീറ്റ് അറൗണ്ട് ഇങ്ങനെ നടന്നാൽ, ഈ കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നാൽ, കാര്യം അതിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും, നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. നടന്നാൽ അതിന് സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ അത് വീണ്ടും ബി ജെ പിക്ക് കാത്തിരിക്കേണ്ടി വരും. അതാണ് എന്റെ ഒരു ഒബ്സർവേഷൻ അക്കാര്യം. അതായത് ഈ ലോക്സഭാ ഇലക്ഷനിലെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു രീതി, നിയമസഭയിലെ വോട്ടിംഗ് പാറ്റേൺ മറ്റൊരു രീതി. ഇപ്പോൾ സാർ പറഞ്ഞു ലോക്സഭയിലെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കിട്ടിയ വോട്ട്, ആ വോട്ട് ഉൾപ്പെടെ നമുക്ക് ഏതാണ്ട് 15ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി അല്ലെങ്കിൽ പിന്നെ NDA മുന്നണി 2ാം സ്ഥാനത്ത് നിന്നിരുന്നു. ഇപ്പോൾ നിയമസഭ എത്തുമ്പോൾ അത്തരത്തിൽ എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകും? അപ്പോൾ ഈ ഭൂരിപക്ഷ സമുദായം, സാർ പറഞ്ഞു CPM-ലാണ് ഏറ്റവും കൂടുതൽ ഹിന്ദു സമുദായമുള്ളത്. ഇപ്പോൾ BJP സംബന്ധിച്ച് പിന്നോക്ക സമുദായം അല്ലെങ്കിൽ RSSലൊക്കെ CPM-ൽ നിന്ന് കൊഴിഞ്ഞുപോയി ഒരുപാട് പിന്നോക്ക സമുദായക്കാർ, ഞാനത് പിന്നോക്കമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അത് ജാതി എടുത്തു പറയുന്നത് തെറ്റായത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർ അതിലോട്ടും പോയിട്ടുണ്ട്. ആ പോയവരെ തിരിച്ചു പിടിക്കാൻ CPM കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പാർട്ടി എന്ന BJP ആകുമ്പോൾ ക്രിസ്ത്യൻ സമുദായം ഭയപ്പെടുന്നില്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നു. നാളെ തങ്ങൾക്ക് എന്തെങ്കിലും വിപത്ത് ഇവരെ കൊണ്ട് ഉണ്ടാകുമോ? കാര്യം ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവം മാറുമോ എന്ന് ഭയപ്പെടുന്നതായിട്ടൊക്കെ അങ്ങിങ്ങൊക്കെ ചില വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് പറയാമോ സാർ? BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന ഒരു നറേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്യുന്നതിൽ ഈ LDFും UDFും ഒരുപോലെ വിജയിച്ചിട്ടുണ്ട്. വലിയൊരു അളവോളം അവർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യം അവർ ഇത്രയും കാലം ഭരിച്ച് അവരുണ്ടാക്കി വെച്ച ഒരു എക്കോസിസ്റ്റത്തിന്റെ ആനുകൂല്യത്തിലാണ് അവർ ആ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവരൊരു വലിയൊരു പരിധിയോളം വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്രിസ്ത്യൻ സമുദായത്തിനൊരു പ്രത്യേകതയുണ്ട്. അവർ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്നവരും ആ തങ്ങളുടെ സമുദായത്തിനും തങ്ങളുടെ നിലനിൽപ്പിനും എന്താണോ യോജിക്കുന്നത് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിലും ക്രിസ്ത്യൻ സമുദായം ഏത് കാലഘട്ടത്തിലും വലിയ വലിയ രീതിയിൽ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും അത് തന്നെയാണ്. അപ്പോ ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഗോവ പതിറ്റാണ്ടുകളായി BJP ഭരിക്കുന്ന സംസ്ഥാനം, പതിറ്റാണ്ടുകളായി, ഏതാണ്ട് 30, കേരളത്തിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ് ഗോവ. പിന്നെ ഈ പറഞ്ഞ പോലെ നാഗാലാൻഡ്, മിസോറാം, ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 80 മുതൽ 90-95% വരെ ക്രിസ്ത്യൻസ് ഉള്ള ആ വിഭാഗമുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെയൊക്കെ എത്രയോ നാളുകളായി BJP ഭരിക്കുന്നു, അരുണാചൽ പ്രദേശമൊക്കെ. അപ്പോ ആ ഭരണമൊക്കെ ഇതൊക്കെ നോക്കി യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ, സെന്റിമെന്റ്സിനുപരിയായി യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങളെ സമീപിക്കാൻ ക്രിസ്ത്യൻ സമുദായം അവർക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലകളിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അവർക്ക് വലിയ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിച്ചത് അതുകൊണ്ടാണ്. അതിനകത്ത് പല താല്പര്യങ്ങളുണ്ടാകും, അത് വേറെ. അങ്ങനെ നോക്കി കണ്ടപ്പോൾ ഈ കാര്യങ്ങളെ എല്ലാം വിലയിരുത്തി ഈ പറഞ്ഞാൽ ഈ LDFും ഇവർ ഇത്രയും കാലം പറഞ്ഞതുപോലെ ഒന്നും അല്ല. BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പാർട്ടിയല്ല. അവർ എല്ലാവരോടും ഈക്വൽ പരിഗണന കൊടുക്കുന്നവർ തന്നെയാണ്. ഇത് ഇവരുടെ സൃഷ്ടിച്ച നറേറ്റീവാണ്. നമ്മൾ അതിൻ്റെ അകത്ത് വീഴേണ്ടതില്ല, ആ ചൂണ്ടയിൽ നമ്മൾ കൊത്തേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള വലിയൊരു വിഭാഗം ഇന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉണ്ട് കേരളത്തിൽ. നമ്മൾ ഓരോരുത്തരോടും ഇൻഡിവിജ്വലായിട്ട്, ഇപ്പൊ താങ്കൾക്ക് ഒരു മാധ്യമ പ്രവർത്തകനാണ്, സംസാരിച്ചാൽ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്.
ആ കാര്യവും പിന്നെ തൃശ്ശൂര് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഒരു ഘടകം തന്നെയാണ്. എന്നാൽ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് ജയിക്കാവുന്ന സ്ഥലമല്ല കേരളം. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ ഇല്ല. ഒരു കാര്യം ചോദിക്കുക, പ്രേം നസീർ ഇവിടെ നിന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ, എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു കേരളത്തിന്റെ ഒരു മനസാരീതിയിലാണ്. ഇതേ വ്യക്തിപ്രഭാവം സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഈ 2024 പെട്ടെന്ന് കൂടിയതല്ല. അദ്ദേഹം 2019 ഇതേ തൃശ്ശൂർ മത്സരിച്ചതാണ്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മത്സരിച്ചതാണ്. അപ്പം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനോടൊപ്പം അവിടെ നല്ല വളരെ കെട്ടുറപ്പോടുകൂടി എണ്ണയിട്ട യന്ത്രം പോലെ BJP സംഘപരിവാറും പ്രവർത്തിക്കുകയും ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് അവിടെ തൃശ്ശൂരിൽ ആ ഒരു വലിയ വിജയം ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിലൊരു പ്രധാന ഘടകമാണ് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് എന്നാലും ജയിക്കേണ്ടതല്ലേ? ജയിക്കില്ലല്ലോ. ഇപ്പൊ മോഹൻലാല് കേരളത്തിൽ ഇപ്പൊ എറണാകുളത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കുമോ? വ്യക്തിപ്രഭാവം വിലയിരുത്തി കഴിഞ്ഞാൽ ഇല്ല. കാരണം കേരളത്തിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രത്തോളം പൊളിറ്റിസൈസ്ഡ് ആണ്. ഇനി എത്ര ഈ രാഷ്ട്രീയക്കാരെ ചീത്ത വിളിക്കുന്നവരും രാഷ്ട്രീയക്കാരെല്ലാം കള്ളന്മാരെന്ന് പറയുന്നവരും ആത്യന്തികമായി അവൻ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നത്തിൽ. അതാണ് കേരളത്തിന്റെ അവസ്ഥ. അപ്പൊ അതാണ് അതിന്റെ ഫാക്ട്. എന്തായാലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഇടയിൽ BJPയെ പറ്റി ഉണ്ടായിരുന്ന ധാരണയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളത് ഒന്ന് സമൂഹമായിട്ടൊന്ന് സമ്മതിച്ചാൽ, ചുറ്റുപാടുകളുമായിട്ട് നമ്മൾ ഒന്ന് സത്യസന്ധമായിട്ട് സമ്മതിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണത്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മുനമ്പം ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ശരിക്ക് ഞങ്ങളുടെ പ്രതീക്ഷ BJPയിലാണ്, നരേന്ദ്രമോദിയിലാണ് എന്ന ആ ഒരു പൊതുവികാരം കുറേശ്ശെ ഈ സമുദായത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. അത് ഇനിയും വോട്ടാക്കി മാറ്റി ഒരു ഇലക്ഷൻ റിസൾട്ട് ആക്കി കൺവെർട്ട് ചെയ്യുന്നതിൽ BJP എന്ന ആ സംഘടനാ യന്ത്രം എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നമുക്കിനി കുറച്ചുകൂടെ കാത്തിരുന്നാൽ അറിയാം. മധ്യ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ BJPക്ക് ഒരു വോട്ട് ബാങ്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഹിന്ദു വോട്ട് മധ്യ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ? അതല്ല, നമ്മുടെ ഇപ്പൊ BJPക്ക് ലഭിച്ചിരിക്കുന്ന വോട്ട് അതിന് പുറമേയുള്ള വോട്ടുകൾ കൂടി എത്രത്തോളം സംഭരിക്കാൻ കഴിയും എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യത്തിന്റെ ഒരു ക്രക്സ്. അതല്ല, നമ്മൾ പൊതുവെ ഈ ഹിന്ദു സമുദായം, അതായത് നമ്മളിവിടെ കേരളത്തിലെ ഒരു ഇത് മാത്രം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദു എന്ന ഒരു ഏക മനോഭാവം ഇവിടെ അധികം ഉണ്ടായിട്ടില്ല കേരളത്തിൽ. ഇപ്പോഴും നോക്കൂ, ഈ ഇത്രയധികം സാമുദായിക ജാതി സംഘടനകളുള്ള വേറെ ഏതെങ്കിലും സംസ്ഥാനം? നായന്മാർക്ക് NSS, ഈഴവർക്ക് SNDP, യോഗക്ഷേമ സഭ, APMS, ഇങ്ങനെ കാക്കത്തൊള്ളായിരം ജാതി സംഘടനകൾ. നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ ഈ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പാണ്ഡെ സർവീസ് സൊസൈറ്റി, ചതുർവേദി സർവീസ് സൊസൈറ്റി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ എത്രയുണ്ട് നോർത്ത് ഇന്ത്യയിൽ? അവിടെ ടോട്ടൽ ഒരു ഹിന്ദു എക്കോസിസ്റ്റം വളരെ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ അതങ്ങനെ വളർന്നിട്ടില്ല. അത് യാഥാർത്ഥ്യമാണ്. അപ്പോ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കൂടുതൽ ഈ സാമുദായികമായ രീതിയിലുള്ള പരിഗണനകളും മറ്റുമൊക്കെ വെച്ച്, ഇപ്പൊ ഇനി ഞാൻ RSSന്റെ കാര്യം പറഞ്ഞല്ല, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. RSSനെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് ജാതി എന്ന് പറയുന്ന സാധനം ഇല്ല, അതിന്റെ DNA-യിൽ ഇല്ല. പതിറ്റാണ്ടുകളായി ആ സംഘടനയുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ഒരാളോട് സംസാരിക്കുമ്പോഴോ മറ്റോ കേൾക്കുമ്പോൾ ജാതി എന്നത് അടുത്തൂടെ പോലും പോവില്ല. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ BJP ഈ ജാതി എന്നുള്ളതും ഈ കേരളത്തിലെ ഈ സാമുദായിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തന്നെ വേണം പ്രവർത്തിക്കാൻ. ഈ BJPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരും തന്നെ ഈ RSS മനോഭാവമുള്ളവരാണ്. RSSന്റെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ വളർന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ജാതി എന്നത് അല്ലെങ്കിൽ സമുദായം എന്നുള്ളത് അവരുടെ ആ ഒരു പ്രയോറിറ്റിയിലേക്ക് വരികയില്ല. ഇവിടെ ഹിന്ദു എന്നുള്ള ആ ഒരു ഇതിൽ വയ്ക്കുന്നത്.
ഇതൊരു ഒരു ഒരു പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ട് ചെയ്യും. ഈ ബി ജെ പിയുടെ കാര്യം ആ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. കാര്യം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ ഒരു സ്വയം സേവനാണ്. എന്നെ ഇപ്പൊ ഒരാളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഈ സാധനം വർഷങ്ങളായി ഒരുമിച്ച് കാണുന്നവര് പോലും ജാതി എന്താണെന്ന് അറിയില്ല, നമുക്കറിയില്ല. കാര്യം അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ല. ഈ ഒരു മൈൻഡ് സെറ്റുമായി ഈ സാമുദായിക യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു എക്കോസിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്വാഭാവിക ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ആ അവസ്ഥയിലേക്ക് മാറുക എന്ന് പറയുന്നത് സത്യത്തിൽ ഇത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചാണത്. ആർ എസ് എസിന് എന്തായാലും മാറാൻ കഴിയില്ല. ഇത് പക്ഷെ അത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. കാര്യം നമ്മുടെ വോട്ടിംഗ് പാറ്റേണിന്റെ രീതി അതാണ്, യാഥാർത്ഥ്യമാണ്. ആ കാര്യത്തിൽ ബി ജെ പി ഇനിയും കുറെ കൂടെ വർക്കൗട്ട് ചെയ്യാനുണ്ട്. കാര്യം ഈ മൈൻഡ് സെറ്റ് അതിനനുസരിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അനുസരിച്ച് മൈൻഡ് സെറ്റിന്റെ ഒരു പ്രിപ്പറേഷൻ നടക്കണം. അത് ചെയ്തേ പറ്റുള്ളൂ. കാര്യം മുമ്പോട്ട് പോകണമെങ്കിൽ അതേ പറ്റുള്ളൂ. അങ്ങനെ സംഭവിക്കും. നമുക്ക് നോക്കാം. ഇനിയിപ്പോ ഈ വരുന്ന 2 പരീക്ഷണങ്ങൾ വരുന്നുണ്ട്, അതിന്റെ അകത്തൂടെ നമുക്കത് മനസ്സിലാവും.